അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലാണല്ലോ എൻ്റെ വീഡിയോ. എനിക്ക് തന്നെ അറിയാം എൻ്റെ വീഡിയോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. നമ്മളെ ഇതായിട്ടുള്ള സംസാരങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് റോങ് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അത് നോട്ട് പ്രോബ്ലം. അതിനെ ബാധിക്കുന്ന വിഷയമല്ല, എഴുതുന്നവരുടെ ഫാൾട്ടാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് വടകര കേട്ടോ. കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗമായ വടകര ഭാഗത്താട്ടോ. വടകര ഭാഗത്തുള്ള വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നാണ്. ഞാനൊരു 8-9 മാസമായി ഈ ഭാഗത്തേക്ക് വന്നിട്ട്. ഭാഗത്തേക്ക് വരാതിരിക്കാനുള്ള കാരണം കേട്ടോ, വർക്കൊന്നും അങ്ങനെ അങ്ങോട്ട് നീങ്ങുന്നില്ല ഇവിടെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് എന്നുള്ളൊരു വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പം മനസ്സിലായി പഴയതുപോലെയൊക്കെ തന്നെ ആണെന്ന് കേട്ടോ. എന്നാലും ഇവിടെ ചെറിയൊരു മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഗാഡറൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയല്ലാതെ വേറെ വല്ലാതെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വടകരയുടെ വടക്ക് ഭാഗത്തേക്കുള്ള കാഴ്ച, ഫ്ലൈ ഓവറിൻ്റെ വടകര ടൗണിനെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന NH-66 അതിലങ്ങനെ പോകുന്നത് ഫ്ലൈ ഓവർ ആയിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കുകൾ വടകരയുടെ വടക്ക് ഭാഗത്തേക്കുള്ള വർക്ക് ഇതാ. പിയറുകളും പിയർ ക്യാപ്പുകളൊക്കെ വാർത്ത് ഈ ഒരു ഭാഗം. പക്ഷേ ഈ ഭാഗത്തേക്ക് പിയർ ക്യാപ്പ് ഒന്നും വാർത്തിട്ടില്ല കേട്ടോ. ഞാനൊരു 9 മാസം മുമ്പ് വന്നെന്ന് പറഞ്ഞ ആ സമയത്ത് ഇവിടെയൊക്കെ പൈലിംഗ് ഒക്കെ ചെയ്ത് പൈലിംഗ് ക്യാപ്പ് പിയറൊക്കെ വാർക്കുന്ന ആ ഒരു ജോലിയായിരുന്നു കേട്ടോ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. വാഗഡ് ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്, ഒരു രക്ഷയില്ല കേട്ടോ. വാഹനങ്ങളാണെങ്കിൽ വലിയ ബ്ലോക്കും മഴ അങ്ങോട്ട് പെയ്തുണ്ടെങ്കിൽ ഇതിലൂടെയുള്ള യാത്ര ദുർഘടമാട്ടോ. ഞാൻ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഇവിടെ വരെ എത്തിയത് ബൈക്കിൽ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടോ. ഇങ്ങനെ പോയാൽ എന്താ സ്ഥിതി, ഒരു 2 കൊല്ലത്തേക്ക് നോക്കണ്ട. എൻ്റെ അഭിപ്രായത്തിൽ നല്ല പകുതിയോ കുറച്ച് ഭാഗം KNRCനെ അതുപോലെ KAMC ഏൽപ്പിക്കുന്ന കേട്ടോ നല്ലത്. അതാണ് നന്നാവുക. വാഹനങ്ങളൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ഒരു രക്ഷയില്ല കേട്ടോ. റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. വാഹനങ്ങൾ വരിയായിട്ട് ജാഥ പോണ മാതിരി മെല്ലെ മെല്ലെ അങ്ങനെ പാട്ടും പാടി എങ്ങനെ പോകാം. കണ്ടിട്ട് സങ്കടമുണ്ട്. ഇവിടെയുള്ള നാട്ടുകാരും ഇതിലേ പോകുന്ന വാഹനങ്ങളൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് പോകണമെന്നറിയോ. പണി എന്നിട്ട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വേഗം തീർക്കണം. എന്താ കുഴപ്പത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. വാഗഡിന് എന്ത് പറ്റി? പൈസ കിട്ടാത്ത പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ പണിക്കാരെ കിട്ടാത്ത പ്രശ്നം? പണിക്കാരൊക്കെ നാട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞ് കിട്ടിയതിന് കഴിഞ്ഞ കൊല്ലം, ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ. പണിക്കാരൊന്നും ഇതുവരെ വന്നില്ല എന്ന് തോന്നുന്നു. വടകര ടൗണിലെ പ്രധാന ഒരു ജംഗ്ഷനാട്ടത്. ഈ ജംഗ്ഷനിൽ വാഹനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാട്ടോ. ഇവരെ ഈ ബ്രിഡ്ജിൻ്റെ വർക്ക് തുടങ്ങാൻ വേണ്ടി സർവീസ് റോഡൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ മാറ്റി കൊടുത്തിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പോൾ അതിലേറെ ബ്ലോക്കാട്ടോ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നത്. എന്താ ചെയ്യലേ. അവിടെ ആ കാണുന്ന മുൻഭാഗത്തേക്ക് പൈലിങ് വരെ നടന്നിട്ടില്ല. അപ്പം ഇവിടെയുള്ള ആളുകൾക്ക് പണി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രതീക്ഷ ആണല്ലോ. ഇത് കാണുമ്പോൾ ഒരു പ്രതീക്ഷ ഇല്ലാത്ത മട്ടിലാണ് വാഹനങ്ങളൊക്കെ പോണ. പ്രതിഷേധങ്ങളൊക്കെ ഓരോ ന്യൂസിലൂടെ ഒക്കെ ഇങ്ങനെ കേട്ടിരുന്നു കേട്ടോ. എന്തായാലും കുറച്ചൊരു ബുദ്ധിമുട്ട്. വാഗഡ് എന്തായാലും പെട്ടെന്ന് വർക്ക് തീർക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എവിടെ ഇപ്പോഴത്തെ കാലത്തൊന്നും തീരും തോന്നില്ല. മഴ പെയ്യുമ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. വെള്ളം കെട്ടിക്കണണ്ടില്ലേ. ഇത് ഡ്രെയിനേജ് അടിയിൽ കൂടി പോണ ഒരു ഡ്രെയിനേജിന് വേണ്ടിയിട്ടുള്ളതാണ്, വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള. ഇവിടെ ആ ഒരു പിയർ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പൈലിങ് വരാനുള്ളതാണ്. അതിൻ്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഈ ഭാഗത്തേക്ക് ബ്ലാങ്ക് ആയി കിടക്കുക കേട്ടോ. ഇതുപോലുള്ള ആംബുലൻസുകളൊക്കെ കേട്ടോ ബുദ്ധിമുട്ട്. വളരെ സ്ലോയില് എപ്പോൾ അവിടെ എത്തുക. 1 കിലോമീറ്ററിലേറെ നീളമുള്ള ബ്രിഡ്ജിൻ്റെ വർക്ക് അവിടെ സ്ലാബ് വാർക്കൽ ആ സ്റ്റാർട്ടിങ്ങിൽ പോലും തുടങ്ങിയിട്ടില്ല.
KMC ആൻഡ് KNRCയിലൊക്കെ എന്ത് രസത്തിലാട്ടോ ഓരോ വർക്ക് കാണാൻ തന്നെ. ഒരു ഭാഗത്ത് പൈലിങ് നടക്കുമ്പോഴത്തേന് മറ്റേ ഭാഗത്ത് പിയർ വാർക്കും പൈലിങ് കാപ്പ് അങ്ങനെയൊക്കെ വാർത്ത് സ്ലാബ് വാർക്കൽ ഗാഡർ വെക്കൽ അങ്ങനെ വൈക്കും നടക്കുന്നത് കാണുമ്പോൾ ഒരു ഹരാട്ടോ. ഇവിടെ ഒന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 500 മീറ്റർ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ഇവിടെ 2 പിയർ വാർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗാഡറൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ഇതിലാ പോകുന്നത് മനസ്സിലാകുന്ന രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് അതുപോലെ ബ്ലാങ്ക് ആയി കിടക്കട്ടോ. ഇവിടെ വർക്ക് എടുക്കണ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ സർവീസ് റോഡ് കൊടുക്കാനൊക്കെ ഒരു സൗകര്യമുള്ള നല്ല വീതിയിലുള്ളൊരു സ്ഥലമൊക്കെയാണ് ഇവിടെ ഉള്ളത്. സർവീസ് റോഡൊക്കെ സൈഡിൽ കൂടെ ഒക്കെ കൊടുക്കാനും ഒക്കെ പറ്റിയൊരു ഏരിയ ആണ്. പക്ഷെ എന്തുകൊണ്ട് വർക്ക് മുന്നോട്ട് പോകുന്നില്ല? ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. എന്താ അവിടുത്തെ പ്രശ്നം എന്നുള്ളത്. കോഴിക്കോട് ജില്ലനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നീളം കൂടിയ ഒരു ഏരിയ ആയി വരുന്നത് വാഗടിൻ്റെ റീച്ചാട്ടോ. അവരുടെ ഒരു വെങ്ങളം മുതൽ അയ്യൂർ വരെ 40-50 കിലോമീറ്ററിൻ്റെ ഇടയിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് കോഴിക്കോട് നമ്മൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വർക്ക് കഴിയുന്നുള്ളൂ കേട്ടോ. ബാക്കി കൂടുതൽ കിലോമീറ്ററും വർക്ക് കഴിയാത്തൊരു ഏരിയ തന്നെയാണ് കോഴിക്കോട് ജില്ലനെ സംബന്ധിച്ചിടത്തോളം. അതിൽ ബെറ്റർ മലപ്പുറം തന്നെ കേട്ടോ. മലപ്പുറം KNRCയിൽ പൊളിച്ചടക്കി 2 റീച്ചിൻ്റെ വർക്കും ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. 1 റീച്ച് കൂരിയാട് അപകടം നടന്നിട്ടില്ലെങ്കിൽ അവർ ഉദ്ഘാടനം ചെയ്യേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് 1 കിലോമീറ്ററോളം പിന്നെ ഒരു വർക്കും നടന്നില്ല. ചെറിയ കുഞ്ഞു വർക്കുകൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അവിടെ ഒരു അണ്ടർപാസ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു 2 കിലോമീറ്റർ ദൂരത്തിൽ വേറൊരു കമ്പനി ഫുള്ള് വർക്കും തീർത്ത് അവരവരുടെ വീട്ടിൽ പോയി കേട്ടോ. ആ കമ്പനിയുടെ പേരെന്തിന് PK പേര് വിട്ടുപോയി. അതാ അവിടെ കാണുന്നത്. അവർ ഫുള്ള് വർക്ക് കഴിച്ചു. അവർ ബോർഡുകൾ ലൈറ്റുകൾ എല്ലാ പരിപാടിയും കഴിച്ചു അവർ വീട്ടിൽ പോയി. പിന്നെ കുറേ മുമ്പ് വർക്ക് തുടങ്ങിയതാണ്. പക്ഷെ എത്ര മുമ്പ് തുടങ്ങിയാലും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവരിപ്പോൾ അങ്ങനെ കിടക്കുക. എന്തായാലും നമ്മുടെ വടക്ക് കർണാടക ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ നമ്മുടെ മാഹിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്കുള്ളതൊക്കെ കുറേ ഏരിയകളൊക്കെ കഴിഞ്ഞ ഭാഗമുണ്ട്. എന്നാലും വർക്ക് നടക്കുന്ന ഏരിയയിലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ ബോർഡുകളൊക്കെ വെച്ച് 2 കിലോമീറ്റർ ദൂരത്തിലുള്ള മുംബൈയിലേക്ക് ഇവിടുന്ന് 1083 കിലോമീറ്റർ, മംഗലാപുരത്തേക്ക് 190, കണ്ണൂർ 48. അപ്പം ഇവിടെയുള്ള 2 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡ് ഫുള്ള് കോൺക്രീറ്റ് കേട്ടോ. കോൺക്രീറ്റ് PQC കോൺക്രീറ്റ് ആണ്. അത് അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറൊക്കെ ഇങ്ങനെ തെറ്റി കിടക്കുന്നു. ക്രാഷ് ബാരിയറൊക്കെ റെഡിമെയ്ഡാണ്. അത് അവർ വെച്ച് പോയതാണ്. എന്തായാലും വേണ്ട ഇവിടെയുള്ള ഫുള്ള് വർക്ക് ഫിനിഷിങ് ലൈറ്റ് ഫിറ്റിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ KNRCയുടെ വർക്കിലാട്ടോ കണ്ടത്. ഇവിടെ ലൈറ്റ് വെച്ചത് 2 ഭാഗത്താണ്. KMCൻ്റെ വർക്കിലും ഒക്കെ KNRCൻ്റെ വർക്കിൽ സെൻറ്റർ ഭാഗത്താട്ടോ അധികം കാണുന്നത്. സർവീസ് റോഡിലേക്ക് കൂടിയിട്ടുള്ള ലൈറ്റ് ഇവർ ഇതിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ KNRCയുടെ ഇതിൽ സർവീസ് റോഡിലേക്കുള്ള ലൈറ്റ് കാണുന്നില്ല. ഞാനത് കണ്ടപ്പം അവിടെ വീഡിയോ എടുത്ത് വരുമ്പോൾ അങ്ങനെ ശ്രദ്ധയപ്പെട്ടതാണ്. ഇത് സർവീസ് റോഡിലേക്കും 6 വരിയിലേക്കും കൂടിയുള്ള ലൈറ്റ് 2 ഭാഗത്തും. KNRCൻ്റെ വർക്കിൽ മലപ്പുറത്ത് ഈ കുറഞ്ഞ ഭാഗമാണ്, ഞാൻ കണ്ട ഭാഗമാണെന്നറിയില്ല. അപ്പോൾ അവർ സർവീസ് റോഡിലേക്ക് ലൈറ്റ് കൊടുത്തില്ല അല്ലേ? ഇപ്പം മനസ്സിലായോ? ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ മൂരാട് പാലത്തിൻ്റെ മുകളിലെത്തിട്ടോ. മൂരാട് പാലത്തിൻ്റെ വർക്ക് കുറേ മാസങ്ങളായിട്ട് ഫിനിഷ് ആയതാണ്. തുറന്നു കൊടുത്തിട്ട് കുറേ കാലമായി. ഫുട്പാത്തിൻ്റെ വർക്ക് ഇൻ്റർലോക്ക് ഒന്നുമില്ല, അത് കോൺക്രീറ്റ് തന്നെ കേട്ടോ. കോൺക്രീറ്റിൻ്റെ സ്ലാബുകൾ അല്ലേ, അതാണ്. അപ്പം ആ 2 കിലോമീറ്റർ കോൺക്രീറ്റ് ഇതുവരെ മൂരാട് പാലം വരെയാണ് അവരുടെ വർക്ക്. ആ വർക്ക് അവരുടെ വർക്ക് ഉഷാറായിട്ട് അവർ ഫിനിഷ് ചെയ്തു. മൂരാട് പാലം, ഈ പാലം മുതൽ വീണ്ടും വാഗട് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രധാന കാരണം കേട്ടോ, നമ്മുടെ മൂരാട് ആ പഴയ നാരോ ബ്രിഡ്ജ് അവിടെ അതിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇത് പെട്ടെന്ന് വർക്ക് തീർത്തത്. പെട്ടെന്നല്ല കേട്ടോ, കുറച്ച് കാലം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പഴയ നാരോ ബ്രിഡ്ജ് അതങ്ങനെ വെറുതെ കിടക്കുന്നു കേട്ടോ.
പിന്നെ മൂരാട് പാലത്തിൻ്റെ അവിടെ ഇവിടെ ഇടിഞ്ഞതുണ്ടായിരുന്നു അല്ലേ, ഒരു ക്രാക്ക് വീണ് അത് ആ തൽക്കലാന്ന് തോന്നുന്നു. നമ്മൾ അതും കൂടി പോയി കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ. മൂരാട് പാലത്തിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ വാഹനം അവിടെ ബ്ലോക്കായി കിടക്കുക, അതാണ് വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് വരാത്തത്. ഫുള്ള് ബ്ലോക്കായിട്ടാണ് ഇവിടെ കേട്ടോ സംഭവിച്ചത്. ഈ ഭാഗത്താണ് ക്രാക്ക് വന്നത്. അതൊക്കെ അവർ കോൺക്രീറ്റ് എന്തോ ചെയ്തിട്ട് ഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ചാന്ന് തോന്നുന്നു. ആ സൈഡ് കൂടി ഒരു വര ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മുടെ പഴയ ബ്രിഡ്ജിൻ്റെ ഈ ഇവിടുത്തെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇവിടെ ആയിട്ടുള്ള ആറി ബ്ലോക്കിൻ്റെ കെട്ടല്ലേ, നമ്മുടെ ആറി പ്ലെയിൻ ബ്ലോക്കോ അത് വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ തള്ളിപ്പോയതാണ് സംഭവം. ഓ ബസ് എന്ത് പോക്കാ പോയത്. അപ്പോൾ സ്നേഹിതന്മാരെ മൂരാട് ബ്രിഡ്ജ് എന്തായാലും ഉഷാറായി അല്ലേ. അപ്പോൾ സ്നേഹിതന്മാരെ ഇതാണ് നമ്മുടെ വടകര ഭാഗത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാലും അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യട്ടോ, കമൻ്റ് ഇട്ടോളി. അപ്പോൾ അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലാണ്ട് എൻ്റെ വീഡിയോ എനിക്ക് തന്നെ അറിയാം എൻ്റെ വീഡിയോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. നമ്മളെ ഇതായിട്ടുള്ള സംസാരങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് റോങ് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊന്നും നോട്ട് പ്രോബ്ലം, അതിനെ ബാധിക്കുന്ന വിഷയമല്ല, എഴുതുന്നവരുടെ ഫാൾട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.